നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ഈ മത്സരം സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഫീൽഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ സാധിക്കാതെ പോവുകയായിരുന്നു. മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ലിവർപൂൾ നടത്തിയത്. എന്നാൽ യുണൈറ്റഡിന്റെ ഡിഫൻസ് അവർക്ക് മുന്നിൽ വിലങ്ങ് തടിയായിക്കൊണ്ട് നിലകൊള്ളുകയായിരുന്നു. ഏതായാലും ഈ മത്സരത്തെക്കുറിച്ച് ലിവർപൂളിന്റെ പരിശീലകനായ ക്ലോപ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് യുണൈറ്റഡിനെ പരാജയപ്പെടുത്താൻ ലിവർപൂളിന് കഴിഞ്ഞിരുന്നു. ആ മത്സരത്തിൽ പുലർത്തിയതിനേക്കാൾ കൂടുതൽ ആധിപത്യം ഈ മത്സരത്തിൽ പുലർത്തിയെന്നും എന്നിട്ടും സമനില വഴങ്ങേണ്ടി വന്നു എന്നുമാണ് ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ESPN റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഇത്രയധികം ആധിപത്യം പുലർത്തിയ ഒരു മത്സരം എനിക്കിപ്പോഴൊന്നും ഓർമ്മയിലൊന്നും കിട്ടുന്നില്ല. 7 ഗോളുകൾക്ക് വിജയിച്ച മത്സരത്തെക്കാൾ കൂടുതൽ ആധിപത്യം ഈ മത്സരത്തിൽ ഞങ്ങൾ പുലർത്തിയിരുന്നു. എന്നിട്ടും സമനില വഴങ്ങേണ്ടി വന്നു. ഈ സമനില അവർക്ക് ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഞാൻ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു മത്സരം തന്നെയാണ് ഇത്. യുണൈറ്റഡ് ഒരുപാട് പാഷനോട് കൂടി ഡിഫെൻഡ് ചെയ്തു. ഞങ്ങൾ ഗോൾ അടിച്ചുകൊണ്ട് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റണമായിരുന്നു. ഇതാണ് ലിവർപൂളിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സമനില വഴങ്ങിയതോടുകൂടി 1-ാം സ്ഥാനത്ത് തുടരാനുള്ള അവസരമാണ് ലിവർപൂൾ ഇപ്പോൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നിലവിൽ വമ്പന്മാരായ ആഴ്സണലാണ് 1-ാം സ്ഥാനത്തുള്ളത്. അവരെയാണ് അടുത്ത പ്രീമിയർ ലീഗ് മത്സരത്തിൽ ലിവർപൂളിന് നേരിടേണ്ടി വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.